മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഒരു സുപ്രധാന നിമിഷമാണ് നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത്. ഇതുവരെ യേശു തന്നെയാണ് സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ 10-ാം അധ്യായത്തിൽ നിന്നും നാം കാണുന്നത് യേശു തൻ്റെ ദൗത്യം ശിഷ്യന്മാർക്ക് കൈമാറുകയാണ്. അവിടുന്ന് അവരെ വിളിക്കുന്നു, രൂപപ്പെടുത്തുന്നു, പിന്നെ ലോകത്തിലേക്ക് അയക്കുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമ്മളോട് പറയുന്നത് ഒരു വലിയ സത്യമുണ്ട്. ക്രിസ്ത്യാനി എന്നത് ഒരു വിളി സ്വീകരിച്ച വ്യക്തി മാത്രമല്ല, ഒരു ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയുമാണ്. യേശു ആദ്യം വിളിക്കുന്നു, പിന്നെ അയക്കുന്നു. സുവിശേഷം ആരംഭിക്കുന്നത് യേശു 12 ശിഷ്യന്മാരെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നതോടെയാണ്. വിളിക്കാതെ യേശു ആരെയും അയക്കുന്നില്ല. അവിടുത്തെ സാന്നിധ്യത്തിൽ സമയം ചിലവഴിച്ചവരാണ് അവിടുത്തെ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിനും വളരെ പ്രസക്തമാണ്. പലപ്പോഴും നാം പ്രവർത്തനങ്ങളിൽ മുഴുകിപ്പോകുന്നുണ്ട്, എന്നാൽ പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനും സമയം കണ്ടെത്തുന്നില്ല. യേശുവിനോട് ഒപ്പമുള്ള ബന്ധമാണ് എല്ലാ ശുശ്രൂഷകളുടെയും അടിത്തറ. പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം വെറും മനുഷ്യ പ്രയത്നമായി മാറും. എന്നാൽ യേശുവിൽ വേരൂന്നിയ ജീവിതം ഫലം പുറപ്പെടുവിക്കും. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ എന്ന്. എൻ്റെ ശുശ്രൂഷകൾ യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത് എന്ന്. ദൈവം തിരഞ്ഞെടുക്കുന്നത് പൂർണ്ണരായവരെ അല്ല. 12 ശിഷ്യന്മാരുടെ പട്ടിക നോക്കിയാൽ അവരെല്ലാവരും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ്. ചിലർ മത്സ്യത്തൊഴിലാളികൾ, ഒരാൾ നികുതി പിരിവുകാരൻ, ചിലർ സാധാരണക്കാരായ ഗ്രാമീണർ. അവരുടെ ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളും ഉണ്ടായിരുന്നിട്ടും യേശു അവരെയാണ് തിരഞ്ഞെടുത്തത്. ഇതിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് അവിടുന്ന് നമ്മുടെ കഴിവുകളേക്കാൾ നമ്മുടെ ലഭ്യതയാണ് നോക്കുന്നത്. പലപ്പോഴും നാം ചിന്തിക്കും, എനിക്ക് നല്ലൊരു പ്രസംഗം പറയാൻ കഴിയില്ല, എനിക്ക് വേണ്ടത്ര അറിവില്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട്. എന്നാൽ ദൈവം ചോദിക്കുന്നത്, നീ എനിക്കായി ലഭ്യനാണോ എന്നാണ്. ദൈവം വിളിക്കുന്നവരെ അവിടുന്ന് യോഗ്യരാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ബലഹീനതകൾ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമല്ല, പലപ്പോഴും അവിടുത്തെ മഹത്വം വെളിപ്പെടുത്താനുള്ള അവസരമാണ് അത്. യഥാർത്ഥ സുവിശേഷം വാക്കുകളിലും പ്രവൃത്തികളിലും യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവിൻ. പക്ഷേ അതോടൊപ്പം അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്താനും പീഡിതരെ ആശ്വസിപ്പിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് സുവിശേഷം വെറും വാക്കുകളല്ല, അത് ജീവിതമാണ്. ഒരാളുടെ വിശപ്പ് മാറ്റുക, രോഗിയെ സന്ദർശിക്കുക, വിഷമിക്കുന്നവനെ ആശ്വസിപ്പിക്കുക, ക്ഷമ നൽകുക, ഇവയെല്ലാം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞതായി അറിയപ്പെടുന്ന ഒരു വാക്കുണ്ട്, എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ വാക്കുകളും ഉപയോഗിക്കുക. അതായത് നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമാകണം. സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ വചനങ്ങളിൽ ഒന്നാണിത്. നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ വിശ്വാസം, ആരോഗ്യം, കഴിവുകൾ, വിദ്യാഭ്യാസം, കുടുംബം, അവസരങ്ങൾ, ഇവയൊന്നും നാം സ്വന്തമായി സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നു, നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക. ഇന്ന് ലോകം എല്ലാത്തിനും വില നിശ്ചയിക്കുന്ന ലോകമാണ്. എന്നാൽ സ്നേഹത്തിനും കരുണയ്ക്കും ക്ഷമയ്ക്കും വിലയില്ല. അവ പങ്കുവയ്ക്കുമ്പോൾ അവ കുറയുന്നില്ല, മറിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നല്ല വാക്ക്, ഒരു ചെറിയ സഹായം, ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന, ഇവരുടെ പോലും നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എത്തിക്കാനാകും. ദൈവപരിപാലനത്തിൽ ആശ്രയിക്കാൻ പഠിക്കുക. യേശു ശിഷ്യന്മാർ യാത്രയ്ക്കായി പോകുമ്പോൾ സ്വർണമോ വെള്ളിയോ
അധിക സാധനങ്ങളോ കൊണ്ടുപോകരുതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ദാരിദ്ര്യത്തെ മഹത്വവൽക്കരിക്കുക എന്നതല്ല, മറിച്ച് ദൈവപരിപാലനത്തിനായി ആശ്രയിക്കാൻ പഠിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മളെ മുന്നോട്ട് അലട്ടുന്നുണ്ട്. സാമ്പത്തിക സുരക്ഷ, ജോലി, ആരോഗ്യം, കുടുംബ പ്രശ്നങ്ങൾ ഇവയെല്ലാം നമ്മെ ഭയപ്പെടുത്താം. എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. എന്നാൽ ഫലങ്ങളെക്കുറിച്ചുള്ള അമിതഭാരം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം നമ്മോട് 3 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ വിളി കേൾക്കുക, അവിടുത്തെ ദൗത്യത്തിൽ പങ്കാളിയാകുക, ദൈവപരിപാലനത്തിൽ വിശ്വസിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുക. നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹത്തിലും നാം യഥാർത്ഥ ശിഷ്യന്മാരായി ജീവിക്കുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ സന്നിഹിതമാകും. ആമേൻ.